ഹായ്, എല്ലാവർക്കും എൽസ് ടോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സ്നേഹമെന്ന ആ വാക്കിന്റെ അർത്ഥം അതൊരു ഒരു പുസ്തകത്തിൽ ഒരു ബുക്കിൽ എഴുതുമ്പോൾ അതൊരു അക്ഷരം മാത്രമാണ്, ഒരു വാക്ക് മാത്രമാണ്. പക്ഷേ ആ വാക്കുകൾക്ക് അപ്പുറം ആ സ്നേഹമെന്ന ആ വികാരത്തിന് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത അത്രമാത്രം അർത്ഥതലങ്ങളുണ്ട്. ലവ് ഈസ് ദ പോസിറ്റീവ് ഫോഴ്സ് ഓഫ് ലൈഫ്. സ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രതീക്ഷയോടുകൂടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് നയിക്കുന്നു. അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നലുണ്ടാവുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ പലരെയും പ്രേരിപ്പിച്ചതും ഈ സ്നേഹമെന്ന ഈ വികാരം തന്നെയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പരക്കം പായുന്ന ആളുകൾ ഏതൊരാളോട് ചോദിച്ചാലും പറയും, ജീവിതമൊന്ന് കരുപിടിപ്പിക്കാനുള്ള പരക്കം പാച്ചിലാണ് എന്ന്. ഈ പരക്കം പാച്ചിലിനിടയിൽ തങ്ങളിൽ നിന്ന് ഊർന്നു പോകുന്ന സൗഭാഗ്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാറില്ല. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തെ നാലായി തരംതിരിച്ചാൽ, അല്ലെ നാലായിട്ടൊന്ന് ഡിഫൈൻ ചെയ്താൽ, അവന്റെ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, ഈ 4 പില്ലറുകളിൽ ഏതെങ്കിലും ഒന്ന് ദുർബലമായാൽ മറ്റ് പില്ലറുകളെ കൂടി അത് തീർച്ചയായും അത് ദുർബലപ്പെടുത്താൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ തന്റെ വ്യക്തി ജീവിതത്തിന്റെ ആ ശുദ്ധി, ആ ധർമ്മബോധം, ആ നർമ്മബോധമൊക്കെ കൈമോശം വരാതെ കൃത്യമായി സൂക്ഷിച്ചാൽ അത് കുടുംബജീവിതത്തിലേക്കും അതിന്റെ ഗുണകരമായ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ, നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ ആ വ്യക്തി ശുചിത്വ ബോധം നമ്മൾ എപ്പോഴും പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫിൽ നമുക്കറിയാം, എത്ര പരക്കം പാഞ്ഞ് നമ്മുടെ ജീവിതം വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ എത്ര ദൂരേക്ക് അകലേക്ക് പോയി യാത്ര ചെയ്താലും തിരികെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുവാൻ ഒരു വെമ്പലുണ്ട്. കാരണം അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായി നമുക്ക് ആ ഭവനം മാറുന്നത് കൊണ്ടാണ്. ആ അന്തരീക്ഷം ഒന്ന് അസ്വസ്ഥമായാൽ അതൊരു വ്യക്തിയിൽ മാത്രമല്ല അസ്വസ്ഥത, ആ കുടുംബത്തിലാകെ അസ്വസ്ഥത നിറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ. ആ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, കുടുംബജീവിതം, അത് ഏറ്റവും നൈർമല്യത്തോടുകൂടി സൂക്ഷിക്കപ്പെടാനും പരിപാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനും രണ്ടുപേരും ശ്രമിക്കേണ്ടതുണ്ട്, ഭാര്യയും ഭർത്താവും. ഒരു ഭാര്യയും ഭർത്താവും മാത്രമല്ല, അവർ പലപ്പോഴും ഒരു അച്ഛനും അമ്മയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരമുള്ള സ്നേഹം, സാധാരണഗതിയിൽ ഞങ്ങൾ പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകൾ വരുന്ന സമയത്ത് ഭാര്യാഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ ദമ്പതിമാരായ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാം, പരസ്പരം സ്നേഹിക്കുക എന്നല്ല, പിന്നെയോ പരസ്പരം സ്നേഹമായി മാറാനാണ് പറയുക. കാരണം എന്താണ്? പരസ്പരം സ്നേഹമായി മാറുമ്പോൾ അവിടെ ഭാര്യയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നാൽ, ഒരു കുറവ് സംഭവിച്ചാൽ അത് ഭർത്താവിന് ക്ഷമിക്കാൻ കഴിയും. കാരണം എന്താണ്? സ്നേഹത്തിന്റെ പര്യായമാണ് ഭർത്താവ്. തിരികെ ഭർത്താവിനൊരു കുറവുണ്ടായാൽ, ഭർത്താവിൽ നിന്നൊരു പിഴവുണ്ടായാൽ ഭാര്യയ്ക്കും അത് ക്ഷമിക്കാൻ കഴിയും. കാരണം എന്താണ്? ഒരു സ്നേഹത്തിന്റെ പര്യായമായി ആ ഭാര്യയ്ക്ക് മാറാൻ കഴിയുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്നേഹമായി മാറാൻ കഴിയുമ്പോൾ ക്ഷമിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ അവിടെ രൂപപ്പെടും. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുമ്പോൾ അവരുടെ തണലിൽ വളരുന്ന, അവരുടെ സംരക്ഷണത്തിൽ വളരുന്ന, അവരുടെ കരുതലിലും കാവലിലും വളരുന്ന മക്കളും തീർച്ചയായും ഈ നാടിന്റെ ഒരു സമ്പത്തായി മാറും. ആ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു അസറ്റായി മാറുന്നുണ്ടാവും. അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആത്മവിശ്വാസത്തിന്റെ ആൾരൂപങ്ങളായി ആ കുട്ടികൾക്ക് വളരാനുള്ള അന്തരീക്ഷം തീർച്ചയായും രൂപപ്പെടുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്നാണ്. അച്ഛനും അമ്മയും അവർക്ക് കൊടുക്കുന്ന കാവലും കരുതലുമൊക്കെ അവർ പകർന്നു കൊടുക്കുന്ന സ്നേഹത്തിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ സ്നേഹസമ്പന്നരായ ഭാര്യ ഭർത്താക്കന്മാർക്ക്, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ കൂടെ വളരുന്ന മക്കൾക്ക് തീർച്ചയായും അച്ഛനും അമ്മയും സ്നേഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായും അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ടാവും. അല്ല എങ്കിൽ പരസ്പരം കലഹിച്ച് വളരുന്ന മാതാപിതാക്കൾ, അല്ലെ ഇടയിൽ കഴിയുന്ന മാതാപിതാക്കളുടെ ഇടയിലാണ് ആ മക്കൾ വളരുന്നതെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒരിക്കൽ ഒരു ഏജ്ഡ് ഹോമിലേക്ക് തള്ളപ്പെടാനുള്ള സാധ്യത തീർച്ചയായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് ഏജ്ഡ് ഹോമുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഏജ്ഡ് ഹോമുകളുടെ വരാന്തകളിൽ നമ്മുടെ പാദപതന ശബ്ദം പതിയാതിരിക്കണമെങ്കിൽ, അവിടെ ജീവിക്കുന്ന ആളുകളുടെ നിശ്വാസങ്ങൾക്കൊപ്പം നമ്മുടെ നിശ്വാസം അവിടെ വീഴാതിരിക്കണമെങ്കിൽ ഒരു സ്നേഹമുള്ള അച്ഛനും അമ്മയുമായി മാറാൻ കഴിയണം. ഭാര്യയും ഭർത്താവുമായി മാറാൻ ആർക്കും കഴിയുമപ്പ. ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ നടക്കാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ ആർക്കും കഴിയും. പക്ഷെ നല്ലൊരു അച്ഛനും അമ്മയുമായി മാറാൻ പലപ്പോഴും അത് പരമാവധി പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമേ കഴിയൂ. പരസ്പരം ഒരു സ്നേഹമായി മാറുന്നതിലൂടെ മാത്രമേ കഴിയൂ. അങ്ങനെ നല്ല ഒരു കുടുംബ ജീവിതത്തിലൂടെ നല്ല മക്കളെ വളർത്തിയെടുത്ത് നാടിന്റെ സമ്പത്തായി മാറാൻ കഴിയുന്ന മക്കളെ വളർത്തിക്കൊണ്ട് തന്നെ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ നല്ല മികവ് പുലർത്താൻ അവർ കഴിയുന്നുണ്ടാവും.
തൻ്റെ കുടുംബത്തിലേക്കുള്ള വരുമാന മാർഗം കണ്ടെത്തി കിട്ടിയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ കുടുംബത്തിലെ സമാധാനവും സന്തോഷവുമൊക്കെ അവിടെയും പ്രതിഫലിക്കുന്നുണ്ടാവും. നല്ലൊരു എംപ്ലോയി ആയി മാറിക്കൊണ്ട് ആ സ്ഥാപനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറിക്കൊണ്ട് നല്ല മികവുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഈ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടാവും. അങ്ങനെ വ്യക്തി ജീവിതത്തിലെ ശുചിത്വം അല്ലെ വ്യക്തി ജീവിതത്തിലെ മികവ് കുടുംബജീവിതത്തിലെ ആ മികവ് തീർച്ചയായും തൊഴിലിടത്തിലും പ്രൊഫഷണൽ ലൈഫിലും, അതേപോലെ തന്നെ ഇത്തരം സമ്പന്നമായ സാഹചര്യത്തിലൂടെ സമാധാനവും സന്തോഷമുള്ള സാഹചര്യത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന വ്യക്തികൾ അവർ സമൂഹത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമയായി മാറുന്നുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും പരസ്പരം സ്നേഹമായി മാറി, പരസ്പരം സഹകരിച്ച്, പരസ്പരം സന്തോഷത്തോടു കൂടി നല്ല വ്യക്തിത്വത്തിനുടമയായി മാറി, നല്ല സംസ്കാരത്തിനുടമയായി മാറി ഈ നാടിന്റെ സമ്പത്തായി മാറുവാനും നമ്മുടെ കൂടെ വളരുന്ന ആളുകളെ, നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷം പകർന്നു കൊടുക്കാനും കഴിയുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ ഇടയാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി ഡേ.